ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ മലയാള സിനിമയിലെ ചില താരങ്ങൾ അവരുടെ യഥാർത്ഥ പേര് മാറ്റി മറ്റൊരു പേരിലാണ് ഇപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവ ആരെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാർത്തിക മേനോൻ. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും തൻ്റെ കഴിവ് തെളിയിച്ച നടിയാണ് ഭാവന. ഭാവനയുടെ യഥാർത്ഥ പേരാണ് കാർത്തിക മേനോൻ എന്നത്. സിനിമയിലേക്ക് വന്നതിന് ശേഷം അത് ഭാവന എന്നാക്കി മാറ്റുകയായിരുന്നു. കമൽ സാർ സംവിധാനം ചെയ്ത നമ്മൾ എന്ന സിനിമയിലാണ് ഭാവന ആദ്യമായി അഭിനയിക്കുന്നത്. അടുത്തത് കവിത രഞ്ജിനി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടി ഉർവശി ചേച്ചിയുടെ യഥാർത്ഥ പേരാണ് കവിത രഞ്ജിനി എന്നത്. ചില സംവിധായകരുടെ നിർദ്ദേശപ്രകാരം സിനിമയിൽ എത്തിയതിനു ശേഷമാണ് ഉർവശി എന്ന പേര് കവിത രഞ്ജിനി സ്വീകരിക്കുന്നത്. ഇവർ 3 സഹോദരങ്ങളാണല്ലോ. അതിൽ കൽപ്പന രഞ്ജിനി, കലാരഞ്ജിനി, കവിത രഞ്ജിനി എന്നിങ്ങനെയായിരുന്നു ഇവർക്ക് പേരുണ്ടായിരുന്നത്. അതിൽ കലാരഞ്ജിനി അതുപോലെ പേര് തുടരുകയും കൽപ്പന രഞ്ജിനി പേരിലെ രഞ്ജിനി മാറ്റി കൽപ്പന എന്നാക്കി മാറ്റുകയും കവിത രഞ്ജിനി ഇന്നത്തെ ഉർവശി ചേച്ചി ആവുകയും ചെയ്തു. അടുത്തതായി ഗോപാലകൃഷ്ണൻ. നടൻ ദിലീപ് ഏട്ടൻ്റെ യഥാർത്ഥ പേരാണ് ഗോപാലകൃഷ്ണൻ എന്നത്. ഇത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കലാഭവൻ മിമിക്രി ട്രൂപ്പിലൂടെയാണ് ദിലീപ് കലാരംഗത്തേക്ക് എത്തുന്നത്. ആ സമയത്തെല്ലാം ഗോപാലകൃഷ്ണൻ എന്ന് തന്നെയായിരുന്നു പേര്. പിന്നീടാണ് ദിലീപ് എന്ന പേരിലേക്ക് അദ്ദേഹം മാറിയത്. അടുത്തതായി അബ്ദുൾ ഖാദർ. നടൻ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാദർ എന്നാണ്. നടൻ തിക്കുറിശിയാണ് പ്രേം നസീർ എന്ന പേര് അബ്ദുൾ ഖാദറിന് നിർദ്ദേശിക്കുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. മലയാളത്തിലെ നിത്യഹരിത നായകനായി ഇന്നും അറിയപ്പെടുന്ന, എല്ലാ കാലത്തും അറിയപ്പെടാൻ പോകുന്ന നടനായി പ്രേം നസീർ മാറുകയായിരുന്നു. അടുത്തതായി മുഹമ്മദ് കുട്ടി ഇസ്മയിൽ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരാണ് മുഹമ്മദ് കുട്ടി ഇസ്മയിൽ എന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ മമ്മൂക്ക ഇന്നലെ 4ാമത് ദേശീയ അവാർഡ് തൂക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അപ്പൊ നമുക്ക് ബാക്കി പറയാം. സിനിമയിലേക്ക് വന്ന സമയത്ത് സജിൻ എന്ന പേര് മമ്മൂക്ക സ്വീകരിച്ചിരുന്നു. സജിൻ എന്ന പേര് വെച്ച് ചില സിനിമകൾ മാത്രമേ അദ്ദേഹം അഭിനയിച്ചിരുന്നുള്ളൂ. പിന്നീട് തന്റെ കൂട്ടുകാരെല്ലാം മുഹമ്മദ് കുട്ടി എന്ന പേരിനെ മമ്മൂട്ടി എന്നാക്കി കളിയാക്കി വിളിച്ചിരുന്ന ആ പേര് തന്നെ അദ്ദേഹം സ്ഥിരമായി സ്വീകരിക്കുകയായിരുന്നു. അടുത്തതായി സത്യനേശൻ നാടാർ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ സത്യൻ സാറിന്റെ അല്ലെങ്കിൽ സത്യൻ മാഷിന്റെ യഥാർത്ഥ പേര് സത്യനേശൻ നാടാർ എന്നായിരുന്നു. അത് അദ്ദേഹം സത്യൻ എന്നാക്കി ചുരുക്കുകയായിരുന്നു. അടുത്തത് കൃഷ്ണൻ നായർ. കൃഷ്ണൻ നായർ എന്ന് കേട്ടാൽ ഒരുപക്ഷെ പലർക്കും തിരിച്ചറിയണമെന്ന് പോലുമില്ല. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അതുപോലെ അകാലത്തിൽ നമ്മെ വിട്ടുപോയ നടൻ ജയൻ സാറിന്റെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നായർ എന്നത്. ഇത് ജോസ് പ്രകാശ് ആണ് ജയൻ എന്ന പേര് നിർദ്ദേശിച്ചത് എന്ന് പറയുന്നു. അടുത്തതായി ആശ കേളുണ്ണി. നടി രേവതിയുടെ യഥാർത്ഥ പേരാണ് ആശ കേളുണ്ണി എന്നത്. എന്നാൽ പിന്നീട് അത് ആശക്കുട്ടി എന്നാക്കി മാറ്റിയാണ് സിനിമയിൽ അറിയപ്പെട്ടിരുന്നത്. ആശക്കുട്ടി എന്ന പേര് ഒരു സിനിമാ നടിക്ക് ചേർന്നതല്ല എന്ന് തമിഴ് സംവിധായകനായ ഭാരതി രാജ നിർദ്ദേശിക്കുകയും രേവതി എന്ന പേര് ആശ കേളുണ്ണിക്ക് നൽകുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്ന രേവതി ചേച്ചി ആയി മാറിയത്. അടുത്തതായി പത്മദളാക്ഷൻ. അതുല്യ നടൻ പപ്പുവിന്റെ യഥാർത്ഥ പേരാണ് പത്മദളാക്ഷൻ എന്നത്. അദ്ദേഹത്തിനെ കുതിരവട്ടം പപ്പു എന്ന് വിശേഷിപ്പിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്തത് അശ്വതി കുറുപ്പ്. നടി പാർവതിയുടെ യഥാർത്ഥ പേരാണ് അശ്വതി കുറുപ്പ് എന്നത്. പിന്നീട് സിനിമയിലേക്ക് വന്നതിന് ശേഷം പാർവതി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ ജയറാമേട്ടൻ ഇപ്പോഴും അശ്വതി എന്നാണ് വിളിക്കുന്നത്. അത് പല ഇന്റർവ്യൂകളിലും നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവാറുണ്ട്. അടുത്തതായി ഡയാന മറിയം കുര്യൻ. തെന്നിന്ത്യൻ സൂപ്പർ താരം നയൻതാരയുടെ യഥാർത്ഥ പേരാണ് ഡയാന മറിയം കുര്യൻ എന്നത്. ആദ്യകാലങ്ങളിൽ ആങ്കറായി വർക്ക് ചെയ്തിരുന്ന സമയത്തെല്ലാം ഡയാന മറിയം കുര്യൻ എന്ന പേര് തന്നെയായിരുന്നു. പിന്നീട് സിനിമയിലേക്ക് എത്തിയതിനു ശേഷമാണ് നയൻതാര എന്ന പേരിലേക്ക് നടി മാറിയത്. അടുത്തതായി ക്ലാര. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടി ഷീലാമയുടെ യഥാർത്ഥ പേരാണ് ക്ലാര എന്നത്. അത് ഷീലാമ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഷീല എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. അടുത്തതായി മാധവൻ നായർ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മധു സാറിന്റെ യഥാർത്ഥ പേരാണ് മാധവൻ നായർ എന്നത്. അത് പിന്നീട് മധുവായി അദ്ദേഹം ചുരുക്കുകയായിരുന്നു. അടുത്തതായി സോമശേഖരൻ നായർ. നടൻ സോമൻ സാറിന്റെ യഥാർത്ഥ പേരാണ് സോമശേഖരൻ നായർ എന്നത്. പിന്നീട് അത് സോമൻ എന്നാക്കി അദ്ദേഹം ചുരുക്കുകയായിരുന്നു. അടുത്തത് സുരേന്ദ്രനാഥ തിലകൻ. പേരിലെ തിലകൻ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായല്ലോ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ തിലകൻ സാറിന്റെ യഥാർത്ഥ പേരാണ് സുരേന്ദ്രനാഥ തിലകൻ എന്നത്. അത് അദ്ദേഹം തിലകൻ എന്ന് മാത്രമായി ചുരുക്കുകയായിരുന്നു. അടുത്തതായി ജയറാം സുബ്രഹ്മണ്യം. നമ്മുടെ ജയറാമേട്ടന്റെ യഥാർത്ഥ പേര് ജയറാം സുബ്രഹ്മണ്യം എന്നായിരുന്നു. അത് പിന്നീട് സുബ്രഹ്മണ്യം കളഞ്ഞ് ജയറാം എന്ന് മാത്രമാക്കി മാറ്റുകയായിരുന്നു. അടുത്തതായി അജയകുമാർ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ ഗിന്നസ് പക്രു ചേട്ടന്റെ യഥാർത്ഥ പേരാണ് അജയകുമാർ എന്നത്. എന്നാൽ തുടക്കകാലങ്ങളിൽ തന്റെ ശരീരഘടനയെ കളിയാക്കിക്കൊണ്ട് ഉണ്ട പക്രു എന്ന പേര് കളിയാക്കി വിളിക്കുകയായിരുന്നു.
എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സമയത്ത് നടൻ മമ്മൂട്ടിയാണ് അദ്ദേഹത്തിന് ഗിന്നസ് പക്രു എന്ന പേര് നൽകുകയും പിന്നീട് അജയകുമാർ ഗിന്നസ് പക്രു എന്ന മമ്മൂട്ടി വിളിച്ച പേര് സ്ഥിരമാക്കി മാറ്റുകയും ചെയ്തു. അടുത്തതായി സുധീർ കുമാർ. നടൻ മണിയൻ പിള്ള രാജുവിന്റെ യഥാർത്ഥ പേരാണ് സുധീർ കുമാർ എന്നത്. തന്റെ ആദ്യ സിനിമയുടെ പേരാണ് അദ്ദേഹം സുധീർ കുമാർ എന്നത് മാറ്റി ഇപ്പോഴുള്ള മണിയൻ പിള്ള രാജുവിലേക്ക് മാറാൻ കാരണം. അടുത്തതായി റഷീൻ റഹ്മാൻ. മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും തന്റെ കഴിവ് തെളിയിച്ച റഹ്മാന്റെ യഥാർത്ഥ പേരാണ് റഷീൻ റഹ്മാൻ എന്നത്. ശാന്തകുമാരി. നടി സീമയുടെ യഥാർത്ഥ പേരാണ് ശാന്തകുമാരി എന്നത്. അടുത്തതായി ധന്യ. നവ്യ നായരുടെ യഥാർത്ഥ പേരാണ് ധന്യ എന്നത്. കലോത്സവത്തിന് 1ാം സ്ഥാനം നഷ്ടപ്പെട്ട ധന്യ എന്ന കുട്ടിയെ നമുക്കിപ്പോഴും യൂട്യൂബിൽ കാണാൻ സാധിക്കും. അടുത്തത് രഗിത രാജേന്ദ്രക്കുറുപ്പ്. നടി ഭാമയുടെ യഥാർത്ഥ പേരാണ് രഗിത രാജേന്ദ്രക്കുറുപ്പ്. സിനിമയിലേക്ക് വന്നതിന് ശേഷം ഭാമ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അടുത്തതായി പ്രിയ വാസുദേവ് മണി അയ്യർ. നടി പ്രിയ മണിയുടെ യഥാർത്ഥ പേരാണ് പ്രിയ വാസുദേവ് മണി അയ്യർ എന്നത്. അതിലെ വാസുദേവ് അതുപോലെ അയ്യർ എന്നീ ഭാഗങ്ങൾ മാറ്റി പ്രിയ മണി എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അടുത്തതായി ജാസ്മിൻ മേരി ജോസഫ്. മീര ജാസ്മിന്റെ യഥാർത്ഥ പേരാണ് ജാസ്മിൻ മേരി ജോസഫ്. അടുത്തതായി നടി ശാരദാമ്മയുടെ യഥാർത്ഥ പേരാണ് സരസ്വതി എന്നത്. സരസ്വതി എന്ന പേര് മാറ്റി സിനിമയിലേക്ക് എത്തിയതിനു ശേഷം ശാരദ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പേര് മാറ്റിയ മലയാളം നടിമാരും നടന്മാരും എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കുറിച്ച് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.